ഹായ് ഫ്രണ്ട്സ്, ഷൈൻ ടോം ചാക്കോ. ഇന്നത്തെ ചർച്ചാ വിഷയം കംപ്ലീറ്റ് അതാണല്ലോ. ന്യൂസ് ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഷൈൻ ടോം ചാക്കോനെ കുറിച്ചും വിൻസി അലോഷിയെക്കുറിച്ചുമാണ്. പത്രക്കാർക്ക്, ന്യൂസ് ചാനലുകാർക്ക് ഒരു ന്യൂസ് കിട്ടി. അതിലും കൂടുതലൊന്നും ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നില്ല. വേറെ എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇതിലും വലിയ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും നടക്കില്ല. ചുമ്മാ പത്രക്കാർക്ക്, ന്യൂസ് ചാനലുകാർക്ക് ഒരു ന്യൂസായി, വൈകിട്ട് ഒരു ചാനലിൽ ചർച്ചയായി. വേറെ എന്തെങ്കിലും ഉണ്ടോ ചർച്ച? ചുമ്മാ ചർച്ച ചെയ്യാം. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല, നടക്കില്ല. കാരണം ഇതൊക്കെ പണത്തിൻ്റെ മുകളിൽ കളിക്കുന്ന കാര്യങ്ങളാണ്. പണം. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി. ഈ സിനിമയിലെ സംവിധായകനോ പ്രൊഡ്യൂസർക്കോ ഇതറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം ഇതിൻ്റെ ഉത്തരവാദികളാണ്. ഒരു സിനിമ പോലും ഷൈൻ ടോം ചാക്ക നായകനായി അഭിനയിച്ച സിനിമ ഈ അടുത്ത് വലുത് ഓടിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് എന്തുകൊണ്ട് ഷൈൻ ടോം ചാക്കനെ വെച്ചിട്ട് വീണ്ടും സിനിമ അഭിനയിക്കുന്നു? അത് ബ്ലാക്ക് മണി വൈറ്റാക്കാനോ പെണ്ണ് പിടിയോ അങ്ങനെ പലതും കൊണ്ടാണ്. കഞ്ചാവോ MDMA ലഹരി, മൊത്തത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ആദ്യം മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാവാതെയല്ല, മാധ്യമങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാതെയല്ല. അവർക്കൊരു ന്യൂസ് വാല്യൂ, അതായത് മെയിനായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു ന്യൂസ് വാല്യൂ ആവാൻ വേണ്ടിയിട്ട്, അവർക്ക് മൊത്തം കേരളം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ന്യൂസ് ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ചർച്ച ചെയ്ത് അതിനെ നശിപ്പിക്കും. അത് നല്ല രീതിക്ക് എടുക്കില്ല, നല്ല രീതിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇവരെ കൊണ്ട്. എങ്ങനെ സാധിക്കും? ഇവർ 4 ദിവസം കഴിഞ്ഞാൽ വേറൊരു ന്യൂസ് വന്നാൽ ആ ന്യൂസിൻ്റെ പുറകിൽ പോകും. വേറെ ഒന്നും സംഭവിക്കില്ല ഇവിടെ. ഇവർ 4 ദിവസം ഇതിൻ്റെ പുറകിൽ നടന്നിട്ട് 5-ാം ദിവസം വേറൊരു ന്യൂസ് വന്നാൽ ആ ന്യൂസിൻ്റെ പുറകിൽ പോവും. ഇവിടെ വിൻഷിയും ഇല്ല, എന്നാലും ഷൈൻ ടോം ചാക്കോ ഇല്ല, മോഹൻലാലും ഇല്ല, മമ്മൂട്ടിയും ഇല്ല, ആരും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഈ ഷൈൻ ടോം ചാക്കോ മമ്മൂക്കയുടെ എത്ര പടത്തിലുണ്ട്? ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ പടത്തിലും ഷൈൻ ടോം ചാക്കോ ഉണ്ട്. മമ്മൂക്കയ്ക്ക് അറിയില്ലേ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന്? അറിയില്ലേ? അറിയാം. എന്നിട്ടും മമ്മൂക്ക സപ്പോർട്ടാണ്. മലയാള സിനിമയിലെ തലതൊട്ടപ്പൻ, മെഗാസ്റ്റാർ. ഇനിയിപ്പോൾ എന്താ പട്ടം കൊടുക്കേണ്ടത്? വല്യേട്ടൻ, അങ്ങനെ എല്ലാ പട്ടവും കൊടുക്കുന്നു. ഞാനും കൊടുക്കുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ളതാണ് മമ്മൂക്ക. മമ്മൂക്കൻ്റെ എല്ലാ പടത്തിലും ഇല്ലേ ഇവൻ? പറയും, ഇൻ്റർവ്യൂവിനില്ലേ? ഇവരൊക്കെ ഒരു ഗ്യാങ്ങാണെന്നേ, എല്ലാവരും ഗ്യാങ്ങാണ്. ചുമ്മാ പറയാണ്. നമ്മുടെ ദിലീപേട്ടൻ ഉണ്ടാകുമ്പോൾ ഇതൊന്നും, ഈ അമ്മ സംഘടന ദിലീപേട്ടൻ ഉണ്ടാകുമ്പോൾ ഈ കളികളൊന്നും നടക്കില്ല. ഒരു വിഷയം വന്നിട്ടുണ്ടോ? ഇല്ല. ദിലീപേട്ടനെ കുറിച്ച് വരില്ല, ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞ ദിലീപേട്ടനെ വെളുപ്പിക്കാനുള്ള പറച്ചിലാണെന്ന് പറയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോനെ മാത്രം കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതിലെ പ്രൊഡ്യൂസറും തെറ്റുകാരാണ്, ഇതിലെ സംവിധായകനും തെറ്റുകാരാണ്, എല്ലാവരും തെറ്റുകാരാണ്. ഇതിലാരെ തെറ്റുകാരല്ലാത്തത്? നിങ്ങൾ പറയൂ, ആരെ തെറ്റുകാരല്ലാത്തത്? എല്ലാവരും തെറ്റുകാരാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇത് കിട്ടി, 2 ദിവസം വേറെ ന്യൂസ് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ നാളെ വേറെ ന്യൂസ് കിട്ടിക്കോട്ടെ, മാധ്യമങ്ങൾ ഇത് മറക്കും. പിന്നെ എന്ത് വിൻസി, എന്ത് അലോഷി, എന്ത് മാങ്ങാത്തൊലി, അവർ അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ന്യൂസിലേക്ക് പോകും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതേ സംഭവിക്കുകയുള്ളൂ, വേറെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. ഇവിടെ മെയിനായിട്ട് ഒരു ഷൈൻ ടോം ചാക്കോ, ഒരു ശ്രീനാഥ് ബാസിയോ അല്ല. ഇവിടെ എല്ലാം ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയോ ആണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ സത്യസന്ധനായതുകൊണ്ട് അവൻ ഈ സാധനം വലിക്കുന്ന കാര്യം, ഡ്രഗ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഓപ്പണായി പറയുന്നുണ്ട്. അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്,
നമ്മുടെ ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ, അവൻ്റെ ഏത് സിനിമയാണ് ഓടുന്നത് പറ? ധ്യാനിൻ്റെ ഏത് സിനിമയാണ് ഓടുന്നത്? പിന്നെ എന്തിനാണ് സിനിമ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത്? അത് ബ്ലാക്ക് മണി വൈറ്റാക്കാനാണ്. അതിൻ്റെ കളികൾ നമുക്ക് അറിയില്ലെന്നേ ഉള്ളൂ, അതിൽ നടക്കുന്നവർക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ആ കളികളാണ് എല്ലാവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സിനിമ അഭിനയിക്കുമ്പോഴേക്കും അവൻ അടുത്ത പ്രൊഡ്യൂസറാവും. അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല. പ്രൊഡ്യൂസറാണെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഒരു 8-10 15 ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം. സാധാരണ ഒരു നടനെ വെച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 10-15 കോടി വേണം. എങ്ങനെ കിട്ടുന്നു? ബ്ലാക്ക് മണിയാണ് കേട്ടപ്പാ, ബ്ലാക്ക് മണി. അത് എല്ലാ നാറികൾക്കും അറിയാം, മനസ്സിലായില്ലേ? ബ്ലാക്ക് മണി വെയിറ്റാക്കാനുള്ള പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ തെണ്ടിത്തരമെല്ലാം കാണിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നത്. അത് മനസ്സിലാക്കുക എല്ലാവരും. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ, എനിക്ക് എന്താ പറയുക, ഇങ്ങനെ കയ്യും കാലൊക്കെ കൊണ്ടുവരുന്നത് ഇതിനു മുമ്പ് വീഡിയോയിൽ വന്നിട്ടൊരു പരിചയമില്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കുക, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ വളരെ മോശമാണ്, വളരെ മോശം രീതിയിലാണ് ഈ സിനിമ ഫീൽഡ് കടന്നു പോകുന്നത്, മനസ്സിലായോ? വളരെ മോശം രീതിയിൽ. ഈ കുറേ നാറികൾ മമ്മൂക്കനെ പൊക്കിയിട്ട് ലാലേട്ടനെ താഴ്ത്തി പറഞ്ഞു. എടാ നാറികളെ, ലാലേട്ടന് ഇപ്പോൾ ഒരു പടം ഇറക്കിയടാ. ആ സിനിമ പോലെ ഒരു പടം ഇറക്കാൻ നിൻ്റെ മമ്മൂക്കയ്ക്കോ ഒരു മൈലുകൾക്കും പറ്റുമോ? എടാ ആൻ്റണി പെരുമ്പാവൂർ ആരാണെന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഇല്ലേ? അറിയാലോ, മോഹൻലാലിൻ്റെ ആണെന്ന് അറിയാലോ. എന്നിട്ട് എമ്പുരാൻ ഇറക്കിയടാ. ആ ഒരു ഇറക്കം, അതുപോലൊരു സിനിമ ഇറക്കടാ. മമ്മൂക്ക മൈരുകളെ ഇറക്ക്. അത് നമ്മളെക്കൊണ്ട് സാധിക്കില്ല. എന്നിട്ട് നമ്മുടെ ലാലേട്ടനെ ഒന്നിനും പറ്റാത്തവൻ, പോങ്ങി, മൈര്, മണ്ണാങ്കട്ടി വേണ്ടി നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോ? ലാലേട്ടൻ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും. മമ്മൂക്ക അതല്ല, ഇപ്പോഴും ഷൈൻ ടോം ചാക്കോൻ്റെ അണ്ടം താങ്ങി നടക്കുകയാണ്, മനസ്സിലായില്ലേ? അണ്ടം താങ്ങി നടക്കുകയാണ്. എത്ര സിനിമയിലാടാ ഷൈൻ ടോം ചാക്കോ മമ്മൂക്കൻ്റെ പടത്തിലുള്ളതെന്നോ ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. ലാലേട്ടൻ ഉണ്ട് ആ പടത്തിൽ? ലാലേട്ടനില്ല. ലാലേട്ടൻ വിളിക്കില്ല. ഇപ്പോഴും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ലിസ്റ്റിലുണ്ട്. ഈ ഡ്രഗ്സ് വലിക്കണ മൈരുകളിനെ ഇപ്പോഴും ഉണ്ട്, മനസ്സിലാവണ്ട? ഡ്രഗ്സ് ടീനി ടോം പറഞ്ഞിട്ടുണ്ട്, എന്ന് നോക്ക്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ലിസ്റ്റിലുണ്ട് എന്ന്. പിന്നെ അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്താ ആൻ്റണി പെരുമ്പാവൂരിന് വെളിയിൽ വിട്ടൂടെ? അവനെന്താ ആവശ്യം? ആൻ്റണി ചേട്ടന് എന്താ ആവശ്യം? കേരളം നന്നാക്കേണ്ട ആവശ്യമുണ്ടാ? ആൻ്റണി പെരുമ്പാവൂരിന് ലാലേട്ടനെ നന്നാക്കണം എന്ന് ആവശ്യം ഉണ്ടാവും, ലാലേട്ടൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് ആവശ്യമുണ്ട്. അതേ ഉണ്ടാവുള്ളൂ. ശരി, നമുക്ക് ലാലേട്ടൻ്റെ മാമുക്കൻ്റെ കാര്യത്തിൽ പിന്നീട് ഇടപെടാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളാരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളാരും പ്രതികരിക്കില്ല, വെറുതെ പ്രതികരിക്കും. ഊമ്പിയ പ്രതികരണം, മൊബൈലിൽ കുറേ മെസ്സേജ് അയക്കും, ചത്ത മെസ്സേജ് അയക്കും. അതുണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനിപ്പോൾ പറയണത്, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോനെ മാത്രം കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോനെ കുറ്റം പറയണ്ട എന്നല്ല പറഞ്ഞത്. പെണ്ണ് വിഷയം വന്നതിന് മാത്രം എനിക്ക് ഷൈൻ ടോം ചാക്കോനെ എതിർപ്പുള്ളൂ. വേറെ വല്ലതാണെങ്കിൽ ഞാനിപ്പോൾ എതിർക്കുകയില്ല, സത്യം എതിർക്കില്ല. പെണ്ണ് വിഷയം വന്നതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. വേറെ വല്ല വിഷയമാണെങ്കിൽ ഞാൻ എതിർക്കില്ല. എടാ, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങളാദ്യം അത് മനസ്സിലാക്കുക. ഇതെങ്ങനെ നിർത്താം, ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് നിങ്ങളാദ്യം മനസ്സിലാക്കുക. നിങ്ങളെന്താ അത് മാങ്ങാണ്ടി അത് മനസ്സിലാക്കാത്തത്? എനിക്ക് അറിയാണ്ട് ചോദിക്കുക, നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? എടാ, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കേരള ഗവൺമെൻറ് ഇറങ്ങടാ. ഇവർക്ക് പൈസ കിട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാതിരിക്കണ്ട. കേരള ഗവൺമെൻറ് ഇറങ്ങട്ടെ. സിനിമയിൽ നിന്ന് അങ്ങനെ വാരിക്കോരി എത്ര ശതമാനമാണ് നിങ്ങൾക്ക് ടാക്സ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ, അല്ലേ? അതെന്താ നിങ്ങൾ നോക്കാത്തത്? നിങ്ങൾ നോക്കില്ല.
കാരണം നിങ്ങൾക്ക് പണം കിട്ടിയാൽ മതി, പൈസ മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ നോക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് കൂടുതലൊന്നും പറയാൻ ഞാനില്ല. പക്ഷെ ഇതൊരു ഷൈൻ ടോം ചാക്കോ മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. മലയാളം ഇൻഡസ്ട്രി മൊത്തം ചെയ്യുന്ന കാര്യമാണ് ഇത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് വിൻഷി എന്നല്ല കുട്ടിയുടെ പേര്, ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റുപിടിച്ചു. അടുത്ത ന്യൂസ് കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവും. വേറെ ഒരു മാങ്ങാണ്ടി ഇവിടെ ഉണ്ടാകുമെന്ന് പോകുന്നില്ല. മനസ്സിലായില്ലേ? വേറെ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറകിൽ പോയിട്ട്, എടാ നാറികളെ, ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ മമ്മൂക്കയുടെ എത്ര പടത്തിൽ ഈ മരുന്നുണ്ട്? അപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇതേ സ്ഥാനത്ത് ലാലേട്ടനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? പറ. ലാലേട്ടനാണെങ്കിൽ നിങ്ങൾ എത്ര തെറി പറഞ്ഞിട്ടുണ്ടാവും? മന്ദൻ, പോങ്ങൻ, മർദ്ദവൻ, എന്തവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? മമ്മൂക്കന് നിങ്ങൾക്കൊന്നും പറയാനില്ല അല്ലേ? നമുക്ക് ബുദ്ധിയുള്ളവനും ലാലേട്ടൻ പൊട്ടനാണടാ. ലാലേട്ടൻ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കുക. ലാലേട്ടൻ മനസ്സിൽ വെക്കുകയാണ്. ലാലേട്ടൻ ഗുജറാത്ത് പ്രശ്നം ഉണ്ടായി, അത് ലാലേട്ടൻ അറിയാം. അതുകൊണ്ട് ഈ സിനിമ ഇറക്കി. ഇതുപോലുള്ള സിനിമ ഇറക്കാൻ നിങ്ങളുടെ മമ്മൂക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടാ? പ്രൊഡ്യൂസർ ആരാണ്? ആന്റണി പെരുമ്പാവൂറാണ്. പരസ്യമായ രഹസ്യമാണ് ആന്റണി പെരുമ്പാവൂർ ആരാണ് ലാലേട്ടൻ്റെ എന്ന്, ഇല്ലേ? ആന്റണി പെരുമ്പാവൂറിൻ്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് സിനിമ ഇറക്കിയതല്ല, അല്ലേ? അപ്പോഴും നിങ്ങൾ നാറികളെ, മയിലുകളെ പറഞ്ഞത് എന്താണ്? ലാലേട്ടൻ പൊട്ടനാണെന്നാണ് പറഞ്ഞത്, അല്ലേ? ലാലേട്ടൻ പൊട്ടനായതുകൊണ്ടാണ് ആ സിനിമ ഇറക്കിയത്, ആണോ? അതിന് നന്ദി വേണം. എന്നിട്ട് വെറുതെ ലാലേട്ടനെ കുറ്റം പറയും. ഇപ്പം ഈ ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യത്തിന് എത്ര പടത്തിലാണ്ടാ മമ്മൂക്കൻ്റെ പടത്തിൽ ഷൈൻ ടോം ചാക്കോ ഉള്ളത്? മമ്മൂക്കയ്ക്ക് പറഞ്ഞൂടെ? എനിക്ക് മമ്മൂക്കനെ ഇഷ്ടമാണ്, പക്ഷെ മമ്മൂക്കയ്ക്ക് പറഞ്ഞൂടെ ഇതുപോലൊരു നാറിനെ എൻ്റെ സിനിമയിൽ വേണ്ടാന്ന്? ഇവൻ മമ്മൂക്കൻ്റെ സിനിമയിൽ എന്താ വലിക്കില്ലേ? വലിക്കില്ലേ? ചെയ്യും, എല്ലാം ചെയ്യും. മനസ്സിലാകണ്ട? ചെയ്യാതിരിക്കില്ല. എന്നിട്ടും ഇവർ സപ്പോർട്ട് ചെയ്യാണ്. ഇവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കളവന്മാർ മയിലുകൾക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തേ പറ്റൂ. വേറെ ആൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇവർ സപ്പോർട്ട് ചെയ്യും. കാരണം ഇവർക്ക് ആക്രാന്തമാണ്. വീണ്ടും അഭിനയിക്കണം, വീണ്ടും പൈസ ഉണ്ടാക്കണം, വീണ്ടും മയില് വലിക്കണം എന്നുള്ള ആക്രാന്തം കൊണ്ട് ഇവർ വീണ്ടും ഇവരിനെ വിളിക്കും. ഇതുപോലെയുള്ള മയിലുകളിനെ വിളിക്കും, അഭിനയിക്കും. വീണ്ടും പറയണില്ല ഞാൻ, നാറി തീട്ടങ്ങൾ എന്നിട്ട് വർത്തമാനം പറയാൻ നിൽക്കുന്നത്. കുറ്റം നമ്മുടെ ലാലേട്ടനെ കുറിച്ച് കുറ്റം പറയും. മമ്മൂക്ക എന്താ മയിലാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? മമ്മൂക്കൻ്റെ ഒരു പടത്തിൽ അഭിനയിപ്പിക്കില്ല എന്ന് പറയണം, ഇല്ലേ? ഭീഷ്മ മുതൽ അഭിനയിക്കാൻ തുടങ്ങിയവൻ. അതിന് മുമ്പുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അഭിനയിക്കാൻ തുടങ്ങിയവൻ, അല്ലേ? നാറികൾ. എന്നിട്ട് നമ്മുടെ ഈ ലാലേട്ടനെ കുറിച്ച് മാത്രം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കതാണ് ഏറ്റവും ദേഷ്യം. ഇപ്പം ലാലേട്ടൻ മമ്മൂക്ക വിഷയമല്ല, പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇവനും ശരിയില്ല, പ്രൊഡ്യൂസറും ശരിയില്ല. ഞാൻ അടുത്ത പെടാൻ പോണത് ധ്യാനാണ്. ധ്യാൻ എന്തിനാ സിനിമ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? ബ്ലാക്ക് മണി വേണ്ട മയിലുകളെ, ഇതുകളിലേക്ക് ഇറക്കാൻ വേണ്ടി ബ്ലാക്ക് മണി വൈറ്റാക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? 10 സിനിമ അഭിനയിക്കുമ്പോഴേക്കും അവനൊന്ന് പോപ്പുലറായാൽ വലിയവനും ഗൾഫിൽ നിന്നോ വേറെ എവിടെ നിന്നോ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വന്നുകൊണ്ടിരിക്കുന്നത്? നേരെ വന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുക, നേരെ പണം കൊണ്ട് കൊടുത്തു, പ്രൊഡ്യൂസ് ചെയ്തു. അവനൊന്നും അറിയണ്ട. അവന് പെണ്ണും കിട്ടും, കഞ്ചാവും കിട്ടും, പണവും കിട്ടും. ഇതവന് വേണ്ടത്. ഈ പണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പെണ്ണും മറ്റേ സാധനം മതി. അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റാവുകയും ചെയ്യും. സെറ്റാക്കിയിട്ട് അവൻ്റെ പാട്ടിന് പോകും. അവൻ്റെ കൺട്രോളിൽ ഒരു 10 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 20 കോടി ഉണ്ടെന്ന് വിചാരിക്കും. ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന 20 കോടി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ അവനെ തിരിച്ച് 1 കോടി കിട്ടിയാൽ മതി. അവൻ ലാഭമല്ലേ?
മനസ്സിലായോ? 20 കോടി അവൻ്റെ കണക്കിൽ പെടാതെ കാഴ്ചയ്ക്ക് വന്ന് അവിടെ എവിടെയും കിടക്കുന്നുണ്ടെങ്കിൽ ഈ കണക്കെല്ലാം കഴിഞ്ഞിട്ട് അവന് 1 കോടി കിട്ടിയാൽ അവന് ലാഭം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇറക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആദ്യം നിങ്ങൾ തരണം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഈ കഞ്ചാവ് കേസോ ഈ മറ്റേ കേസോ ഇന്നലെ ഇറങ്ങി ഓടി എന്നുള്ള കേസൊന്നും അല്ല. ഇതൊക്കെ ഒരു കണ്ണിൽ പൊടി ഇടാനുള്ള കേസ് മാത്രമാണ്, വേറൊന്നുമല്ല.